ഹലോ. അപ്പോൾ രാത്രി യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിസിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിന് തലേ ദിവസം അവളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം ഫംഗ്ഷൻ വരുന്നത് കല്യാണം നടക്കുന്ന സെയിം ഓഡിറ്റോറിയത്തിലാണ് ഈ ഫംഗ്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും രാശേട്ടനും മാത്രമല്ല വന്ദനും വിശ്വസേട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാറിൻ്റെ സ്മെല്ല് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഓറഞ്ചൊക്കെ വാങ്ങിയതാണ്. പക്ഷേ ഓറഞ്ച് ഏകദേശം മൂസമ്പി ടൈപ്പ് ആയിരുന്നു, അതുകൊണ്ട് ആർക്കും അങ്ങനെ ഇഷ്ടമായില്ല. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ ഇറങ്ങിയതാണ്. ശരിക്കും വിസിൻ്റെ വീട്ടിലേക്ക് ഒരു 2 മണിക്കൂർ ട്രാവലിങ്ങേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ പെരിന്തൽമണ്ണ വഴി വന്നതുകൊണ്ട് കുറച്ച് ദൂരം അധികമായിരുന്നു. പിന്നെ അവൾക്ക് ഗിഫ്റ്റും വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയായിരുന്നു കേട്ടോ. കുറച്ച് വൈകി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് അധികം വൈകി ഞങ്ങൾ എത്തിയ സമയത്ത്. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഏകദേശം പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയ സമയത്ത് വിസ് സ്റ്റേജിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വിസിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഡ്രസ്സായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവൾ റെഡിയായ സമയത്തും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു ഓറഞ്ച് ഷെയ്ഡായിരുന്നു, ഒരു വെറൈറ്റി ഇതിട്ട് തോന്നിയിട്ടത് കണ്ട സമയത്ത്. പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഡാൻസ് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഞങ്ങൾ എന്തായാലും എല്ലാ കല്യാണത്തിനും ഞങ്ങൾ കളിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇവളുടെ കല്യാണത്തിന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റെഡിയാക്കിയ ഒരു ഡാൻസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിക്കുന്ന സമയത്ത് ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, കാരണം ഏകദേശം ആൾക്കാരൊക്കെ പോയിട്ടായിരുന്നു. കുറച്ച് പേര് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി. അവളുടെ അച്ഛനും അമ്മയൊക്കെ ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞങ്ങളും കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ അവൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 ദിവസമായി അവൾ ലീവ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ല, ഏകദേശം ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കല്യാണച്ചക്കൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടുന്ന് ഒരു 1/2 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു അവൻ്റെ വീട്ടിലേക്ക്. അവിടെ എത്തിയ സമയത്ത് ഒരു 12 മണി കേട്ടോ. അവിടെ അപ്പോഴും ലൈറ്റ് ഓൺ ആയിരുന്നു. എല്ലാവരും നല്ല എനർജി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഓരോ ചായ കുടിച്ച ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കല്യാണ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.